പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തെങ്കിലും ഒരു പുതിയ ഒന്ന്, എന്തെങ്കിലും ഒരു നല്ല കാര്യം സമൂഹത്തിൽ അവതരിപ്പിച്ചാൽ ഉടനെ തന്നെ അതിനകത്ത് നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റാൻ ചില ആളുകൾ വരും, അല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ ഇന്ദിരാ പ്രിയദർശിനി ബസ് ഉണ്ടല്ലോ, ആ പ്രിയദർശിനി ബസ് കേരളത്തിലെ സ്ത്രീകൾ ഒന്നടങ്കം ഏറ്റെടുത്തതാണ്. ആ പ്രിയദർശിനി ബസ് പദ്ധതിയിൽ വലിയ തട്ടിപ്പ് നടത്താൻ വേണ്ടി ചില കണ്ടക്ടർമാർ തീരുമാനിച്ചു. ആ തട്ടിപ്പ് അവർ നടപ്പിലാക്കി. എങ്ങനെയാ തട്ടിപ്പ് നടന്നതല്ലേ? ഇതാ ഇങ്ങനെ. KSRTC പ്രിയദർശിനി പദ്ധതിയിൽ പുരുഷ യാത്രക്കാർക്ക് സീറോ വാല്യൂ ടിക്കറ്റുകൾ കൊടുക്കും. അങ്ങനെ സീറോ വാല്യൂ ടിക്കറ്റ് കൊടുത്താലും ഈ മനുഷ്യന്മാരത് നോക്കത്തില്ലല്ലോ. എത്ര പൈസയെന്ന് ചോദിക്കുന്ന സമയത്ത് ആ പൈസ പറയും, പക്ഷേ ടിക്കറ്റിൽ 0 എന്നായിരിക്കും കൊടുക്കുക. സ്ത്രീകൾക്ക് കൊടുക്കേണ്ട സീറോ വാല്യൂ ടിക്കറ്റാണ്, അത് പുരുഷന്മാർക്ക് കൊടുക്കും. എന്നിട്ട് അങ്ങനെ തട്ടിപ്പ് നടത്തിയ 3 കണ്ടക്ടർമാർക്ക് നോട്ടീസ്. യാത്രക്കാരിൽ നിന്ന് പണം വാങ്ങിയ ശേഷമാണ് സീറോ വാല്യൂ ടിക്കറ്റുകൾ നൽകിയത്. പുരുഷന്മാരിൽ നിന്ന് വാങ്ങിയ ടിക്കറ്റ് തുക ജീവനക്കാർ സ്വന്തം പോക്കറ്റിലാക്കി. ബസ്സുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ക്രമക്കേട് പിടികൂടിയത്. തട്ടിപ്പ് നടത്തിയ പത്തനാപുരം ഡിപ്പോയിലെ കണ്ടക്ടറെയും പിടികൂടി. സർക്കാരിനും KSRTCക്കും ഒരുപോലെ സാമ്പത്തിക നഷ്ടം വരുത്തുന്നതാണിത്. കൃത്രിമമായി കളക്ഷൻ ഉയർത്തിക്കാട്ടി ബത്ത് തട്ടുന്നതായിട്ടും ആരോപണമുണ്ട്. അശ്വിന്റെ അഗുവും AV ജയശങ്കറും ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആദ്യം അശ്വിനിലേക്ക്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. ജയശങ്കർ, വെരി ഗുഡ് മോർണിംഗ്. അശ്വിൻ, ഈ കണ്ടക്ടർമാർ ഈ പണി എന്ത് പദ്ധതി കൊണ്ടുവന്നാലും അതിൽ തട്ടിപ്പിനുള്ളൊരു അവസരം നോക്കിയിരിക്കുകയാണല്ലോ. വനിതാ യാത്രക്കാർക്ക് കൊടുക്കേണ്ട സീറോ വാല്യൂ ടിക്കറ്റ് പുരുഷന്മാർക്ക് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് സ്വന്തം പോക്കറ്റിലേക്ക് അടിച്ചുകൊണ്ട് പോവുകയായിരുന്നോ ഈ കണ്ടക്ടർമാർ? എങ്ങനെയാണ് ഈ കണ്ടക്ടർമാർക്ക് നോട്ടീസ് നൽകിയ അവസ്ഥയിലേക്ക് എത്തിയത്? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, UDF സർക്കാരിന്റെ അഭിമാന പദ്ധതികളിൽ ഒന്നായിരുന്നു ഈ വനിതകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന പ്രിയദർശിനി പദ്ധതി. ഈ പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ എങ്ങനെയാണ് ജീവനക്കാർ ഇത്തരത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് സംബന്ധിച്ച് കൃത്യമായൊരു മാർഗരേഖ KSRTC ജീവനക്കാർക്ക് നൽകിയിരുന്നു. മാത്രമല്ല, ഈ ETM മെഷീൻ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള പരിശീലനമടക്കം ഇവർക്ക് നൽകുകയും ചെയ്തിരുന്നു. ഈ മാർഗരേഖയിൽ പ്രധാനപ്പെട്ടതായി പറഞ്ഞിരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കാരണവശാലും പുരുഷന്മാർക്ക് സീറോ ടിക്കറ്റ് നൽകരുത്. പുരുഷന്മാർക്ക് പ്രത്യേകമായി തന്നെ ചാർജ് ഈടാക്കുന്ന ടിക്കറ്റ് നൽകണം, സ്ത്രീകൾക്ക് സൗജന്യ ടിക്കറ്റ് നൽകണം എന്നുള്ളതായിരുന്നു ഈ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്ന്. പക്ഷേ ഈ നിർദ്ദേശമാണ് ചില കണ്ടക്ടർമാർ മാത്രം അത് കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ പുരുഷന്മാർക്ക് സീറോ ടിക്കറ്റ് നൽകി ആ പുരുഷന്മാരിൽ നിന്നുള്ള തുക സ്വന്തം പോക്കറ്റിലേക്ക് എടുക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ നിരവധി പരാതികൾ ഉയർന്ന ഒരു സാഹചര്യത്തിൽ KSRTCയുടെ CMD സ്ക്വാഡിന്റെ ഒരു മിന്നൽ പരിശോധന നടത്തിയിരുന്നു. ഈ മിന്നൽ പരിശോധനയിലാണ് ഇപ്പോൾ 3 കണ്ടക്ടർമാർ ഇത്തരത്തിൽ നിരന്തരമായി ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തുകയും അവർക്കെതിരെ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ മുതൽ തന്നെ പല കണ്ടക്ടർമാർക്കും ഇത്തരത്തിൽ അബദ്ധം പറ്റുന്നത് KSRTCക്ക് അറിയാമായിരുന്നു. കാരണം ഈ സോഫ്റ്റ്വെയർ, അത് ETM മെഷീനിലെ സോഫ്റ്റ്വെയർ പുതിയതാണ്. പല കണ്ടക്ടർമാരും അതുമായി പരിചിതമായി വരുന്നതേയുള്ളൂ. തിരക്ക് കൂടുമ്പോൾ ടിക്കറ്റ് നൽകുമ്പോൾ ചില അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. പക്ഷേ അത് KSRTCക്ക് മനസ്സിലാവും. പക്ഷേ ചില കണ്ടക്ടർമാർ ഇത്തരത്തിൽ നിത്യവും പുരുഷന്മാർക്ക് ടിക്കറ്റ് മാറി നൽകുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. പിന്നീട് ഈ കണ്ടക്ടർമാരെ നിരീക്ഷണത്തിലാക്കുന്നു. അതിനുശേഷമാണ് ഈ കണ്ടക്ടർമാർ റൂട്ടിലേക്ക് ഓടുന്ന ബസ്സുകളിൽ CMDയുടെ മിന്നൽ സ്ക്വാഡ് പരിശോധന നടത്തുകയും കയ്യോടെ ഇക്കാര്യം പിടിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന് അരുൺ, അതുകൂടി നമ്മൾ പറയേണ്ടതുണ്ട്. എല്ലാ KSRTC കണ്ടക്ടർമാരും ഇത്തരത്തിൽ ചെയ്യുന്നില്ല. ചിലർക്കൊക്കെ അബദ്ധം പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം വാസ്തവമാണ്. ഒപ്പം തന്നെ ചില യാത്രക്കാരും ഇത്തരത്തിൽ പരിപാടികൾ നടത്തുന്നുണ്ട്. അതായത് വനിതകൾക്ക് നൽകുന്ന ടിക്കറ്റ്, ആ ടിക്കറ്റ് അവർ ബസ്സിലോ അല്ലെങ്കിൽ താഴേക്ക് ഉപേക്ഷിച്ച് പോകുന്ന സമയം ഈ ടിക്കറ്റ് ഉയർത്തിക്കാട്ടി തനിക്ക് നൽകിയത് സീറോ ടിക്കറ്റ് ആണ് എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അങ്ങനെ KSRTC ഇപ്പോൾ എന്തായാലും ഇതിലൊരു വിശദമായ പരിശോധന നടത്തി ഇതെങ്ങനെ തടയാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും ഇപ്പോൾ നിലവിലിപ്പോൾ ഈ പിടിക്കപ്പെട്ടിട്ടുള്ള KSRTC കണ്ടക്ടർമാർ അവർക്ക് താക്കീത് നൽകാൻ മാത്രമാണ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ തുടരുകയാണെങ്കിൽ, ഇത്തരം ഈ പ്രവൃത്തി തുടരുകയാണെങ്കിൽ ശക്തമായ നടപടിയിലേക്ക് കടക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട് അരുൺ. ഈ സാധാരണഗതിയിൽ ഒരു കളക്ഷൻ ബാറ്റ ആ ജീവനക്കാർക്ക് കിട്ടും. അതായത് ഒരു KSRTC ബസ് ഇത്ര കിലോമീറ്റർ സഞ്ചരിച്ച് ഇത്ര യാത്രക്കാരുമായി സഞ്ചരിക്കുമ്പോൾ അതിന്റെ 1% കളക്ഷൻ ബാറ്റ ജീവനക്കാർക്ക് നൽകും. അപ്പോൾ ഈ 1% കളക്ഷൻ ഡേറ്റയ്ക്ക് വേണ്ടി കൃത്രിമമായി യാത്രക്കാരുടെ എണ്ണം പെരുപ്പിച്ച് കാണിക്കുന്നതായി പറയുന്നുണ്ട്. അതായത് 20,000 യാത്രക്കാരെ കാണിക്കുകയാണെങ്കിൽ 200 രൂപയാണ് ഒരു ജീവനക്കാരന് കിട്ടുക. അത്തരത്തിൽ ഇതും കൃത്രിമമായി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി KSRTC കണ്ടെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ബസ്സുകളിലേക്ക് പരിശോധന നടത്താനാണ് KSRTC തീരുമാനിച്ചിട്ടുള്ളത്. അരുൺ, ഓക്കെ അശ്വിൻ, ഇവരിപ്പോ ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവരുമ്പോ ഇതേപോലെ പണം അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പദ്ധതി വരുന്നതിന് മുമ്പ് എത്രയോ തവണ ഇവർ പണം അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് KSRTC നഷ്ടത്തിലോടുന്നത്, അല്ലേ? ഇങ്ങനെയും ചില ആളുകളുണ്ട് എന്നുള്ളതാണ്.
എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആ പദ്ധതിക്ക് ഒപ്പം നിൽക്കൂലേ? ഇതേപോലെ പൈസ അടിച്ചു മാറ്റാൻ ശ്രമിക്കൂ. കൃത്യമായിട്ട് ശമ്പളമൊക്കെ വീഴുന്നുണ്ടല്ലോ അടുത്തിടെയായിട്ട്. പക്ഷേ എന്നിട്ട് മുന്നിൽ നാശം. മോശമായിപ്പോയി.